Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ RRB NTPC യുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ വരുന്നുണ്ട്. ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കുള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആവും. അപ്പം RRB NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഈ ഒരു എക്സാം വഴി നമ്മൾ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ NTPC എഴുതാൻ പറ്റുമോ, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് പോസ്റ്റുകളൊക്കെ ഇതിനകത്തുണ്ടോ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഈ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ ശരിക്കും പറഞ്ഞാൽ 2 ക്വാളിഫിക്കേഷൻ വെച്ച് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോബുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷനേ ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് ഉള്ള പോസ്റ്റുകളും ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ ഏജ് ലിമിറ്റുകളും ഏതൊക്കെയാണ് പോസ്റ്റുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്. NTPCയുടെ SSC RRB ബാങ്കിന്റെ ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്. അത് തിരുവനന്തപുരം, കൊട്ടാരക്കര, കാലിക്കറ്റ്, കൊല്ലം ബ്രാഞ്ചസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് SSC റെയിൽവേയുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും ഇതിൽ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസും തരും. ഓൺലൈൻ്റെയും ഓഫ്ലൈൻ്റെയും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ RRB NTPCയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് കൊമേഴ്ഷ്യൽ അപ്രന്റൈസ് എന്ന് പറഞ്ഞൊരു ജോബിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ കൊമേഴ്ഷ്യൽ അപ്രന്റൈസ് എന്ന് പറയുന്ന ജോബ് കിട്ടണമെങ്കിൽ ഈ NTPCയുടെ ഈ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി മസ്റ്റ് ആണ്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്കോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്ന രണ്ടാമത്തെ ജോബ് എന്ന് പറഞ്ഞാൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ തന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അത് +2 ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് പറയുന്നത് അഗെയിൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ ടൈപ്പിസ്റ്റ് എന്ന് കാണുവാണെങ്കിൽ കേട്ടോ, ടൈപ്പിസ്റ്റ് എന്ന് കാണുവാണെങ്കിൽ അവിടെ നമുക്കൊരു ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസിയും കൂടെ വേണം. അതായത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു പ്രൊഫിഷ്യൻസിയും കൂടെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ പോസ്റ്റ് എന്ന് വെച്ചാൽ ട്രാഫിക് അപ്രന്റൈസ് ആണ്. ട്രാഫിക് അപ്രന്റൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഇക്വലന്റ് മസ്റ്റ് ആയിട്ടും വേണം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആയിട്ടും വേണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പോസ്റ്റ് ആണ് എൻക്വയറി കം റിസർവേഷൻ ക്ലർക്ക്. എൻക്വയറി കം റിസർവേഷൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ. അതുപോലെ തന്നെ NTPCയുടെ സാലറി റേഞ്ച് നോക്കിയാലും ഒരു പൊസിഷൻ ഒക്കെ നോക്കിയാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ള ജോബിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, RRB NTPC എക്സാം ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടുള്ള 5 പോസ്റ്റുകൾ നമ്മളിപ്പോ പറഞ്ഞു. അതിൽ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റുകൾ മാത്രം കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഉണ്ട്. ബാക്കി ഡിഗ്രി കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി അതായത് അത് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രമേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ പറയുന്നുള്ളൂ. ഇനി ഇതിന്റെയൊക്കെ ഏജ് ലിമിറ്റ് കൂടെ ഞാനൊന്ന് പറയാം. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള എക്സാം ഒക്കെ എഴുതാൻ പറ്റുന്നത്. മാത്രമല്ല ഏജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് പറയുന്നത്. OBC വരുമ്പോഴത്തേക്ക് ഒരു +3 എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും 6ാമത്തെ പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ജോബിനും ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ ടൈപ്പിസ്റ്റ് ജോബ് ആയതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ഓൺ കമ്പ്യൂട്ടർ മസ്റ്റ് ആണ്. അടുത്ത 7ാമത്തേത് ഗുഡ്സ് ഗാർഡ് സെലക്ഷൻ ആണ്. ഗുഡ്സ് ഗാർഡ് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടും വേണം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റ് ആണ്. അടുത്ത ട്രാഫിക് അസിസ്റ്റന്റ്. ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോബിലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. അടുത്ത 9ാമത്തത് സീനിയർ ടൈം കീപ്പർ ആണ്. സീനിയർ ടൈം കീപ്പർ ആണ്. സീനിയർ ടൈം കീപ്പറിനും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കണം അപ്ലൈ ചെയ്യാൻ നേരത്ത്. അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഓൺ കമ്പ്യൂട്ടർ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും പോസ്റ്റുകളാണ് NTPCയുടെ ഡിഗ്രി ലെവൽ
ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ. ഇതിൽ തന്നെ ഇനി നമുക്ക് +2 ലെവൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ, അതായത് അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് 12th പാസ് ആവണം അല്ലെ, +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ് കേട്ടോ. 33 വയസ്സ് വരെ ഉള്ളവർക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാമെങ്കിലും 30 വയസ്സ് വരെ ഉള്ളവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ 5 പോസ്റ്റുകൾ മെയിൻ ആയിട്ട് വരുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, അതിന് ഡിഗ്രി ലെവലാണ്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ അതൊരു +2 ലെവൽ എക്സാം ആണ്, +2 ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു എക്സാം ആണ്. അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. ജൂനിയർ ടൈം കീപ്പർ, നമ്മളെ സീനിയർ ടൈം കീപ്പർ കണ്ടിരുന്നു അല്ലെ, സീനിയർ ടൈം കീപ്പർ ഡിഗ്രി ലെവൽ ആണെങ്കിൽ ജൂനിയർ ടൈം കീപ്പർ +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട്, ട്രെയിൻസ് പ്ലസ് ട്രാഫിക് ക്ലർക്ക് അല്ല, ട്രെയിൻസ് ക്ലർക്ക്, അതും +2 ക്വാളിഫിക്കേഷൻ മതിയാവും. അതുപോലെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന പോസ്റ്റിലൊക്കെ +2 ക്വാളിഫിക്കേഷൻ മതിയാവും. ഈ മെയിൻ ആയിട്ട് ഈ 5 പോസ്റ്റുകളാണ് 2019 അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത കുറച്ച് പോസ്റ്റുകളാണ്. ഇതെല്ലാം എന്താണ്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അപ്പൊ ഇപ്രാവശ്യവും നമുക്ക് 2024 വേക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്രയും പോസ്റ്റുകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് എക്സാം എഴുതാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്തായാലും ഒരു 6 months എക്സാമിന് മുന്നേ കിട്ടും. 6 മാസം നമുക്ക് എക്സാമിന് കിട്ടും. 6 months എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈ 180 days ഉണ്ട്, 180 ദിവസം ഉണ്ട്. ഇത് മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം അടുപ്പിക്കുമ്പോൾ അടുത്ത് വരുന്ന സമയത്ത് പ്രിപ്പറേഷൻ തുടങ്ങാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പോസ്റ്റുകൾ വരുന്നത്. ഇനി നോട്ടിഫിക്കേഷൻ റിലീസിംഗ് ഡേറ്റ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. RRB NTPCയുടെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈമിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞതാണ്. ഇനി അടുത്ത NTPC, പിന്നെ അത് കഴിഞ്ഞിട്ട് RRB JEയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അത് ഈ സെയിം ടൈമിലാണ്. ജനറൽ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 മെയിൻ എക്സാംസ് ആണ് ജൂലൈ സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യും. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.